ഹായ് SSC CGL എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ 14th സെഷനാണ്. നമ്മൾ CGLൻ്റെ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അപ്കമിങ് SSC CGL CHL എക്സാംസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആൻഡ് ഇതിൻ്റെ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എല്ലാ വീഡിയോസും ഒരുമിച്ച് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, two equal circles of radius 8 centimeter intersect each other in such a way that each passes through the center of the other. The length of the common chord എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് രണ്ട് സർക്കിൾ, അതും രണ്ട് ഈക്വൽ സർക്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ രണ്ട് ഈക്വൽ സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ മറ്റേ സർക്കിളിന്റെ സെന്ററിൽ കൂടെ ആണ് പോകുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് രണ്ട് സർക്കിൾസ് ആണെങ്കിൽ ഈ രണ്ട് സർക്കിൾസിൽ ഈ ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് ഈ ഒരു സർക്കിളിന്റെ സെന്റർ ഇതാണ് എന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് രണ്ട് സർക്കിളിന്റെയും ആ ഒരു റേഡിയസ് 8 സെന്റിമീറ്റർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ലെന്ത് 8 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും 8 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ചോദിക്കുന്നത് such that each passes to the center of the other, the length of the common chord എന്താണെന്ന് ചോദിക്കുന്നത്. കോമൺ കോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെന്ത് എന്താണ്, ലൈക്ക് ഈ ഒരു പോയിന്റ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു രണ്ട് സർക്കിൾസിൽ ഒരേപോലെ വരുന്ന ഒരു കോമൺ കോഡിന്റെ ലെന്ത് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു സെക്റ്റിംഗ് പോയിന്റ്സ് രണ്ടുകൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ഒരു കോമൺ കോഡ് എന്ന് പറയുന്നത്. സോ കാണാൻ പറ്റും, ആ കോമൺ കോഡ് എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളുടെ ഒരു ഹാഫ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ലെന്തിന്റെ ഈ ലെന്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡബിൾ എടുത്താലും നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് 8 ആണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഇതും 8 ആണെന്ന് പറഞ്ഞായിരുന്നു, ഇതും 8 ആണെന്ന് പറഞ്ഞായിരുന്നു. സോ നമുക്ക് ഈ ഒരു ലെന്ത് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നല്ലപോലെ വരയ്ക്കാം. സോ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്കവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇത് 8 ആണ്, ഇതും 8 ആണ്, ഇതും 8 ആണ്. സോ അതെന്തായി, അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അതാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കിത് ഈ ഒരു ലെന്താണ് നമുക്ക് നമ്മുടെ ശരിക്കുള്ള കോഡിന്റെ ലെന്തിന്റെ ഹാഫ് ആയിരിക്കും ഈ ലെന്ത് എന്ന് പറയുന്നത്, ബിക്കോസ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ലെന്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇതിപ്പം നമുക്ക് ഫോം ആയിരിക്കുന്നത്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് √3/2a ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇത് അറിയാത്തവർ ഡെഫിനറ്റ്ലി ഇത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ √3/2a എന്ന രീതി നമ്മൾ ആ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ √3/2 ആൻഡ് a എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിളുടെ സൈഡ് ആണ്. സോ ട്രയാങ്കിളുടെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 8 എന്ന് പറയുന്നതാണ് a എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു 8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 2ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും. സോ നമുക്ക് ഇവിടുന്ന് 4√3 എന്ന് വരും. സോ 4√3 ആണ് ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആക്ച്വലി എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരും, ഇങ്ങനെയാണ് അത് വരുന്നത്. സോ നമ്മുടെ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിന്റെ ലെന്ത് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ആ ലെന്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു 4√3യുടെ ഡബിൾ എടുത്താൽ മാത്രം മതി. സോ 4√3യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്കത് 8√3 എന്ന് വരും. ആൻഡ് യൂണിറ്റ് സെന്റിമീറ്റർ എന്ന് വരും. സോ 8√3 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 8√3 സെന്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. നോക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു സർക്കിളിന്റെ പുറത്ത് വന്ന് നമ്മൾ അതിനെ വരച്ചത് കുറച്ചുകൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് വരച്ചത്. സോ നമുക്ക് കാണാൻ പറ്റും അത് സർക്കിളിൽ അവിടെ വരച്ചിട്ടുണ്ട്. അത് കൂടെ നമ്മൾ അതിനെ പുറത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ അതിനെ വരച്ചിട്ടുണ്ട്. ഈസിലി നമ്മളത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ജോമെട്രിയുടെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. എ കോഡ് ഓഫ് ലെങ്ത് 42 സെന്റിമീറ്റർ ഈസ് ഡ്രോൺ ഇൻ എ സർക്കിൾ ഹാവിംഗ് ഡയമീറ്റർ 58 സെന്റിമീറ്റർ. അപ്പം നമ്മുടെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ ഡയമീറ്റർ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ഡയമീറ്റർ 58 സെന്റിമീറ്റർ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കവിടെ പറയുന്നത് വാട്ട് ഈസ് ദി മിനിമം ഡിസ്റ്റൻസ്. അപ്പം ഒരു കോഡ് 42 സെന്റിമീറ്ററിന്റെ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദി അതർ പാരലൽ കോഡ് ഓഫ് ലെങ്ത് 40 സെന്റിമീറ്റർ. അപ്പം നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഈ കാണുന്ന കോഡ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്ററിന്റെ കോഡും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കോഡ് എന്ന് പറയുന്നത് 42 സെന്റിമീറ്റർ കോഡും ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബിക്കോസ് താഴോട്ട് വരുന്നതോറും അതിന്റെ ആ ലെന്ത് കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ അത് 42ഉം ഇത് 40 ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ 21ഉം ഇതെന്ന് പറയുന്നത് നമ്മുടെ 20 ആയിരിക്കും.
ഇനി നമുക്ക് ഇത് 58 ആണ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 58 ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും? 29 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇതും 29 ആയിരിക്കും ആൻഡ് ഇതും നമ്മുടെ റേഡിയസ് തന്നെയാണ്. സോ ഇതും 29 ആയിരിക്കും. ഇനി നമുക്കവിടെ പറയുന്നത് നമുക്കവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദ 2 പാരലൽ കോർഡ്സ് ആണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് ഇതാണ് അവിടെ ചോദിക്കുന്നത്. ലെറ്റ്സ് സേ നമ്മുടെ ആ ഒരു ഈ പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും ഈ AB എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. സോ അത് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, നിങ്ങൾ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ വാല്യൂസ് എന്തായിരിക്കും? ട്രിപ്ലെറ്റ് വാല്യൂസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഒരു വാല്യൂ വന്നിരിക്കുന്നത്, നമുക്ക് ഒരു ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഇത് 29 എന്ന് പറയുന്നുണ്ട്, ഇത് 21 എന്ന് പറയുന്നുണ്ട്. സോ ഉറപ്പായിട്ട് ഈ വാല്യൂ എന്തായിരിക്കും? നമ്മുടെ 20, 21, 29 എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ട്രിപ്ലെറ്റ് വാല്യൂസ് ആണ് അത്. അതുപോലെ അടുത്തതിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇത് 29 എന്ന് പറയുന്നുണ്ട്, ഇത് 20 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൊത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 20. നമ്മുടെ ഈ ഒരു ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 21 ആയിരിക്കും അതെന്ന് പറയുന്നത്. നമ്മുടെ ഈ 20 എന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ ഇവിടെ വരെ ഉള്ളതും ആൻഡ് ഇവിടെ വരെ ഉള്ളത് എന്തായിരിക്കും? 21 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ ABയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും. ആ 21ഉം 20യും കൂടി മൈനസ് ചെയ്താൽ മാത്രം മതി അല്ലേ? 21ഉം ആ 20യോടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. സോ സിമ്പിളായിട്ട് ഫിഗർ ഒന്ന് ക്ലിയർലി വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ആൻസർ അവിടെ നിന്ന് കാണാൻ പറ്റും. 1 സെന്റിമീറ്റർ ആണ് നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്. ക്ലിയർലി നമ്മുടെ ഒരു ട്രിപ്ലെറ്റ് വാല്യൂസ് ആണ് ആ ഫോളോ ചെയ്യുന്നത്. 20, 20, 21, 20 ആൻഡ് 29 അല്ലെങ്കിൽ 20, 21, 29 നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഒരു ട്രിപ്ലെറ്റ് വാല്യൂസ് ആണ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് പെയർസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ട്രിപ്ലെറ്റ് വാല്യൂസ്, പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് വാല്യൂസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ടൈം ആൻഡ് വർക്കിൽ തന്നെ നമ്മുടെ ഒരു ടൈം ആൻഡ് വർക്കിൽ നമുക്ക് ഗ്രൂപ്പിന്റെ ലൈക്ക് വർക്ക് ഡൺ ബൈ ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ക്വസ്റ്റൻ ആണ്. അതിലെയും ടൈപ്പ് 3 ക്വസ്റ്റൻ ആണ് ഇത്. സോ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. 6 men and 8 women can do a piece of work in 10 days എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6 മെന്നും അതുപോലെ തന്നെ 8 വുമണും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 days ആണ്. വേറെ 26 മെന്നും ആൻഡ് 48 വുമണും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 days ആണെന്ന് പറയുന്നുണ്ട്. സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ എഴുതിയേക്കുന്നത്? എഫിഷ്യൻസി ഇൻറ്റു വർക്ക് എന്നാണ്, എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്കറിയാം വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. സോ നമ്മൾ അതാണ് അവിടെ എഴുതിയേക്കുന്നത്, എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്നുള്ള രീതിയിൽ. സോ ഇത് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് മെന്നും വുമന്റെ എഫിഷ്യൻസി എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. സോ നമുക്കതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ ഇവിടുന്ന് ഈ 2ഉം 10ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 5 വരും. 5നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 men പ്ലസ് 40 വുമൺ ഈക്വൽ ടു 26 men പ്ലസ് 48 വുമൺ എന്ന് കിട്ടും. സോ ഇതൊന്ന് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് 4 men ഈക്വൽ ടു 8 വുമൺ എന്ന് കിട്ടും. സോ ഇവിടുന്ന് ഫെർദർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ men ഈക്വൽ ടു 2 വുമൺ എന്ന് കിട്ടും. ഓർ എൽസ് നമുക്ക് ഇവിടുന്ന് റേഷ്യോ എടുക്കാം. ദാറ്റ് men ബൈ വുമൺ എന്ന് പറയുന്ന 2:1 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടും ഇവിടുന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഇനി അവസാനം നമുക്കൊരു കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. വാട്ട് വിൽ ബി ദി ടൈം ടേക്കൺ ബൈ 15 men and 20 women ടു ഡു ദി സെയിം വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എടുക്കാം. 15 മെന്നും 20 വുമണും ഇതേ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ എഴുതിയേക്കുന്ന കണ്ടീഷൻസിൽ ഇഷ്ടമുള്ള ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. സോ നമ്മൾ ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഉള്ള കണ്ടീഷനാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. സോ ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഉള്ള കണ്ടീഷൻ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് പിക്ക് ചെയ്യാം. സോ 6 മെന്നും 8 വുമണും എന്നുള്ള കണ്ടീഷൻ നമുക്ക് പിക്ക് ചെയ്യാം. അവർ ആ വർക്ക് ചെയ്യാൻ എടുക്കുന്നത് 10 days ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ മെന്നും വുമന്റെ വാല്യൂസ് നമുക്കറിയാം. സോ ആ ഒരു മെന്നും വുമന്റെ പ്ലേസിലേക്ക് അതിന്റെ റേഷ്യോ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 15 × 2 30 എന്ന് വരും. സോ 30 + 20 × 1 നമുക്ക് 20 തന്നെ ആയിരിക്കും വരുന്നത്. സോ 30 + 20 × x ഈക്വൽ ടു 6 × 2 നമുക്ക് 12 എന്ന് വരും. പ്ലസ് 8 × 1 8 എന്ന് തന്നെ ആയിരിക്കും വരുന്നത്. × 10 എന്ന് വരും നമുക്കിവിടെ × 10. സോ അങ്ങനെയാണെങ്കിൽ ഫെർദർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 50x ഈക്വൽ ടു നമുക്കിവിടെ 200 എന്ന് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് 4 എന്ന് കിട്ടും. സോ 4 days കൊണ്ട് ഈ ഒരു 15 മെന്നും 20 വുമണും ഈ വർക്ക് തീർക്കും എന്ന് നമുക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി 4 days ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സമയം. അപ്പോൾ നമ്മുടെ വർക്ക് ഡൺ ബൈ ഗ്രൂപ്പ് ടൈം ആൻഡ് വർക്കിലെ വർക്ക് ഡൺ ബൈ ഗ്രൂപ്പിലെ ടൈപ്പ് 3 ആൻഡ് ഏറ്റവും ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്. ആൻഡ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് തന്നെ സോൾവ് ചെയ്ത് ആൻസർ എടുക്കാവുന്നതാണ്.
ആൻഡ് റിമൈനിങ് ക്വസ്റ്റൻസിലേക്ക് പോകാം. അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻ ആണ് തന്നേക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി അത് കണക്റ്റഡ് ടു ഓൾജബ്ര ആണ്. നമുക്ക് കാണാൻ പറ്റും മുകളിൽ നമുക്ക് ഒരേ നമ്പർ 3 വട്ടം ഇൻറ്റു ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എ ക്യൂബ് രീതിയിലാണ് തന്നേക്കുന്നത്. പ്ലസ് അടുത്തത് നമുക്ക് കാണാൻ പറ്റും ഒരേ നമ്പർ നമുക്ക് 3 വട്ടം ഇൻറ്റു ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ക്യൂബ്. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് തന്നിരിക്കുന്ന കണ്ടീഷനുകൾ കാണാൻ പറ്റും. അവിടെ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ കണ്ടീഷനിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫോർമുല എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡിനോമിനേറ്ററിൽ കൊടുത്തേക്കുന്നത് എന്താണ്? സെയിം അതേ കണ്ടീഷനാണ് കൊടുത്തേക്കുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി തന്നെയാണ് അവിടെ താഴെയും കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ബാക്കി എന്ത് മാത്രമേ കാണത്തുള്ളൂ? എ പ്ലസ് ബി മാത്രമേ ബാക്കി വരത്തുള്ളൂ. സോ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നേക്കുന്ന ആ എയും ബിയുടെയും വാല്യൂസ് മാത്രം പിക്ക് ചെയ്യുക. സോ 428 പ്ലസ് 348. അപ്പം അവസാനത്തെ 8ഉം 8ഉം പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരണം? 6 വരണം. സോ ഓപ്ഷനിൽ അവസാനം 6 വരുന്നതായിരിക്കും ആൻസർ. സോ ഓപ്ഷനിൽ വരുമ്പോൾ അവസാനം 6 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. സോ ആൻസർ അതായിരിക്കും. സോ നമ്മുടെ ആൻസർ 776 വരും. സോ അത് പ്ലസ് ചെയ്യാൻ നിൽക്കില്ല. നമ്മുടെ എക്സാമിൽ ജസ്റ്റ് ആദ്യമേ ഈ രീതിയിൽ യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ പ്ലസ് ചെയ്യാൻ നിൽക്കാവൂ. ആൻഡ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഒരു നമ്പർ സിസ്റ്റം പ്ലസ് HCF LCMന്റെ ഒരു കൺസെപ്റ്റ് കൂടി രണ്ടും കൂടി വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ 5-digit number 750 PQ is divisible by 3, 7 and 11, then what is the value of P plus 2Q എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു 5-digit നമ്പർ ഉണ്ട്, ആ നമ്പർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 750. പക്ഷെ അവസാനത്തെ 2 ഡിജിറ്റ് മിസ്സിംഗ് ഉണ്ട്. പിയും ക്യൂ ആണ് അവസാനത്തെ 2 ഡിജിറ്റ്. പക്ഷേ ഈ നമ്പർ നമുക്ക് 3 കൊണ്ടും 7 കൊണ്ടും 11 കൊണ്ടും ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നമുക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് റിമൈൻഡർ എന്ത് വരും? 0 വരും. ബിക്കോസ് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ 3 കൊണ്ടും 7 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? 3 × 7 × 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആ 3 നമ്പർ കൊണ്ടും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 3 × 7 × 11 എന്ന് പറയുമ്പോൾ 21 × 11 നമുക്കത് 231 എന്ന് വരും. സോ ഈ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം? നമ്മൾ 231 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പിയും ക്യൂടെയും പ്ലേസിൽ എന്ത് വരും എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ആ അവസാനത്തെ 2 അൺനോൺ നമ്പേഴ്സിനെ 99 ആയിട്ട് എടുക്കുക, 9 and 9 ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 231 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 231 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിമൈൻഡർ വരുന്ന റിമൈൻഡർ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഉറപ്പായിട്ടും ആ ബാക്കി കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ആൻഡ് ആ പറഞ്ഞ നമ്പറിൽ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ആവുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ അവസാനത്തെ പിയും ക്യൂനെ എന്തെന്ന് അസ്യൂം ചെയ്യാൻ 99 എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അവിടെ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ നമ്പേഴ്സ് ആ 99 ആണ്. സോ അതിനെ എന്ത് ചെയ്യുക? ദെൻ ഈ 231 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഒരു റിമൈൻഡർ വരും. ആ റിമൈൻഡർ അങ്ങ് മൈനസ് ചെയ്ത് മാറ്റുക. സോ നമുക്ക് ഇപ്പോൾ 25099 231 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ വരാൻ പോകുന്നത് 231 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 24 എന്ന റിമൈൻഡർ വരും. 24. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ 75099 നിന്ന് നമ്മുടെ റിമൈൻഡർ ആയ 24നെ അങ്ങ് മൈനസ് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് 75075 എന്ന് വരും. സോ നമ്മുടെ ആ പിയും ക്യൂയുടെയും വാല്യൂ എന്തൊക്കെ ആകാം? 7ഉം 5ഉം ആകാനുള്ള പോസിബിലിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ. ഇനി അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വെറുതെ 3 കൊണ്ടും 7 കൊണ്ടും 11 കൊണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ 3 കൊണ്ട് പോകുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. ബിക്കോസ് 7 + 5 12 ആണ്. അഗെയിൻ 7 + 5 12 ആണ്. സോ 12 ആണെങ്കിൽ ഉറപ്പായിട്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. പിന്നെ 11 കൊണ്ട് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 11 കൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ്? ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും 7 + 5 ഇവിടെയും 7 + 5. സോ അത് തമ്മിൽ മൈനസ് ചെയ്താൽ എന്ത് വരും? 0 വരും. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11. സോ അങ്ങനെയാണെങ്കിൽ അത് 11ലും പോകുന്നുണ്ട്. 7 കൊണ്ട് പോകുന്നുണ്ട് അറിയാൻ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് റഫായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതും നിങ്ങൾക്ക് 7ലും പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിയുടെയും ക്യൂയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് 7 and 5 എന്ന് കിട്ടും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ അവസാനം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് P + 2Q കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറയുമ്പോൾ 7 + 2 × 5 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 × 5 10 ആണ്. പ്ലസ് 7 നമുക്കത് 7 + 10 നമുക്കത് 17 എന്ന് വരും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 17 ആണ് നമ്മുടെ ആൻസർ. 17. നോക്കിയാൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ചെയ്യുന്നത് ഗസ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ
ട്രയൽ ആൻഡ് എറർ ആണ് യൂഷ്വലി എല്ലാവരും ട്രൈ ചെയ്യുന്നത്. നമുക്ക് നമ്പേഴ്സിനെ വെച്ച് നമ്മൾ ചില നമ്പേഴ്സ് ഇട്ടിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അത് സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അതിനെ യൂഷ്വലി ക്വസ്റ്റ്യൻസിൽ എക്സാമിൽ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യാം. ബട്ട് അതർവൈസ് അതിൻ്റെ ഒരു പ്രോപ്പർ കൺവെൻഷണൽ ആംഗിളിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യണം ആൻഡ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അവസാനത്തെ നമ്പേഴ്സ് ആണ് മിസ്സിംഗ് എങ്കിൽ, ഓക്കെ, അവസാനത്തെ 2 നമ്പേഴ്സോ 3 നമ്പേഴ്സ് ഒക്കെയാണ് മിസ്സിംഗ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്രോച്ച് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ സീജിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ കമ്മിങ് സെഷൻസിൽ നമ്മൾ സീജിന്റെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ഇനി വരുന്ന സെഷൻസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ. ആൻഡ് ഇതുവരെ പോയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരാൾസ് നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് നിന്ന് നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. CGL കൂടാതെ തന്നെ നിങ്ങൾക്ക് റെയിൽവേയുടെയും GD-യുടെയും ക്വസ്റ്റൻസും നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ CSSലും MTSന്റെ ക്വസ്റ്റൻസും അവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.